ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒറിജിനൽ എക്സ്പ്രഷൻ അല്ല. ഫസ്റ്റ് ഞാൻ ഈ ടെസ്റ്റ് എടുത്ത് പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീലേ അല്ല അത് ഞാൻ രണ്ടാമത് വ്ളോഗിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. കാരണം എനിക്കൊരു 0% എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് ഞാൻ ടെസ്റ്റ് എടുത്തത്. അതുകൊണ്ട് ഞാനത് വ്ളോഗിനും ഒന്നിനും പ്രിപ്പയർഡൊന്നും അല്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ കൂടെ അമ്മയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്, ചേട്ടൻ വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരെ പോയിട്ട് അമ്മയോടാണ് കാര്യം പറഞ്ഞത്. അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം 2-3 ദിവസമായിട്ട് എനിക്ക് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് വിചാരിച്ചിരുന്നത് എനിക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായതാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഗ്യാസ് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എനിക്ക് ഷിഫ്റ്റിന് പോകാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഞാൻ ടയേർഡാവുന്നു, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറയായിരുന്നു എനിക്ക് അപ്പോഴേ ഒരു ഡൗട്ട് തോന്നിയതാണ്, പിന്നെ ഞാൻ പറയാത്തതാ എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. ഞാൻ എന്നിട്ട് വീണ്ടും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും അതെടുത്ത് നോക്കുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒരു 1-2 പ്രാവശ്യം കൂടി വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കി അത് കൺഫേം ചെയ്യണമെന്ന്. എന്താ വായിച്ച് നോക്ക്. നെഞ്ചിടിക്കുന്നു. ഈശ്വര, കൊച്ചു കള്ള വിശ്വാസമില്ല. ഇനി അങ്ങോട്ട് നിങ്ങൾ കാണുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ റിവീൽ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം ശ്രീനെയാണ് വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തത്. അപ്പോഴേക്കും അവള് ഫോണും വെച്ചിട്ട് പോയി. കൈനീട്ടം വയറിലാണ്, കണ്ടോ? തുള്ളാതിരി അപ്പുമാമ, നിങ്ങൾ കുലുക്കാതെ ഹണിമാമനാവാൻ പോകുന്നു. പിന്നെന്താ ചേട്ടനാ? എൻ്റെ അനിയനാണ്. അനിയനോട് ഞാൻ പറയുന്നത് വിഷുവിൻ്റെ അന്ന് രാവിലെയാണ്. അവ ഇങ്ങനെ കൈനീട്ടം വേണമെന്നൊക്കെ പറയുമ്പോഴാണ് ഞാനിത് റിവീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞത് എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. കൊച്ചിനോട് ഞാനിങ്ങനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പോസിറ്റീവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയായി. കുറേ സംസാരിച്ചു, കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് എന്താണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് തിങ്കൾ. പിന്നീട് അങ്ങനെ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ആ കോൺവെർസേഷൻ അങ്ങനെ നീണ്ടുപോയി. സീരിയസ്ലി ഒരു മാസം കഴിഞ്ഞ് വീട്ടിലിരിക്കുവാ, പോകുന്നില്ല. എനിക്ക് വീഡിയോ എടുക്കണം. ഇന്നലെ പറഞ്ഞാൽ നീ കൊന്നേനെ. ഞാൻ പ്രഗ്നന്റ്. ഇങ്ങനെ നേരിട്ട് കാണാന്ന് മനസ്സിലാവോ? ഒന്നും ആയില്ല, 1 മാസമായിട്ട്. അതെന്റെ കൂടെ വണ്ടിയാ. ഞാൻ പ്രഗ്നന്റ് ആടി. കുറച്ച് ദിവസമായി. ഞാൻ പ്രഗ്നന്റ് ആണോ? ഞാൻ പ്രഗ്നന്റ്. നീ ഇത് കണ്ടില്ലേ? വേണ്ട നോക്ക്. 2 months. കൺഗ്രാറ്റുലേഷൻസ്. റിച്ചിന്റെ റിയാക്ഷൻ എടുക്കണം കേട്ടോ. റിച്ച് വയറ് കണ്ട എന്നിട്ട് റിച്ചിന് കൊറേ ദിവസം കൊണ്ട് പറയാ ഒരു എടി അഷ്ടമി പ്രഗ്നന്റ് ആണ്, നമ്മൾ അവിടെ പോയിട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയാണ്.
ഇത് ബോയ് ഇത് ഗേള്. നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റുന്നത്? ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ ഒരു ആഴ്ച എന്നെ പറിച്ചു പറഞ്ഞു, നീ നോക്കിക്കോ അഷ്ടമി പ്രഗ്നന്റ് ആണ്, അവൾ അവിടെ ചെല്ലുമ്പോ അതിനാണ് ഈ വിളിക്കണത്. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ ഇത് ഞാൻ അന്നോട്ടെ പറഞ്ഞു അവരിങ്ങനെ പതിവില്ലാതെ വിളിക്കും. പിന്നെ അടുത്തത് അമ്മ എക്സ്റ്റെൻഡ് ചെയ്ത് 2 മാസം. അപ്പൊ ഇത് എന്റെ ഡൗട്ട്. കൊച്ചിന്റെ തന്ത ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ എല്ലാവരോടും ഞാൻ പല ടൈമിലായിട്ടാണ് ഈ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്തത്. ആദ്യം എൻ്റെ ചുറ്റിനുമുള്ള എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ മാത്രമാണ് ഞാൻ 3 മാസത്തിന് മുന്നേ റിവീൽ ചെയ്തിരുന്നത്. പിന്നീട് ബാക്കി എല്ലാവരോടും ഞാൻ 3 മാസം കഴിഞ്ഞ് അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ കംപ്ലീറ്റ് ആവുന്നത് വരെ ഞാനൊന്ന് ഡിലേ ചെയ്തായിരുന്നു. എൻ്റെ അൾട്രാസൗണ്ട് നടന്നത് 3 സെക്ഷനായിട്ടാണ്. അപ്പം കുറച്ച് ഒന്ന് ഡിലേ ആയായിരുന്നു. 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി എല്ലാവരോടും ഞാൻ റിവീൽ ചെയ്തത്. എല്ലാവരും ഭയങ്കരമായിട്ട് ഒട്ടും അത് എക്സ്പെക്റ്റ് ചെയ്തില്ല. അതെല്ലാം അവരുടെ ആ ഒരു എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. 1-2 വീഡിയോസും കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ടായിരുന്നു ഇതിൽ, റിയാക്ഷൻ വീഡിയോസ്. പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഇനി ഞാൻ നിങ്ങളോട് എൻ്റെ ഫസ്റ്റ് ട്രൈംസ്റ്റർ എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയാം. ഇത് കണ്ടോ, ഇത് പട്ടിക്കുട്ടികൾക്ക് മറ്റേ എല്ലും കഷ്ണം കാണിച്ച് വശീകരിച്ച് കൊണ്ടുപോകുന്ന പോലെയാണ് പുള്ളി വന്നിട്ട് എന്നെ വിളിക്കുന്നത്. കാരണം എപ്പോഴും എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എപ്പോഴും ഇങ്ങനെ കിടക്കുക, ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം. അബദ്ധം വെച്ചാൽ ഒരു പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു പോയി കഴിച്ചില്ല. ഇത് ശരിക്കും പ്രഗ്നൻസി നമ്മൾ കൺഫേം ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അന്ന് എനിക്ക് അത്രയും ടയർഡ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, അങ്ങനെ ചോറും കറികളൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്നേ ഉണ്ടായില്ല. അപ്പോൾ തണ്ണിമത്തൻ, സ്ട്രോബെറി, ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തണ്ണിമത്തൻ ആ സമയത്ത് എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമായിരുന്നു. അപ്പോൾ അത് കാണിച്ചിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഹാരം ശരിക്കും കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും വിശക്കുന്നത് മാത്രമല്ല, ഇരിക്കാൻ തന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തന്നെ ഒരു ആരോഗ്യമില്ലാത്തൊരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശക്കും, എന്നാൽ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കഴിക്കാൻ പറ്റുന്നില്ല. ആദ്യം ഒരാഴ്ചയൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്കങ്ങ് സങ്കടമോ ദേഷ്യമോ വിഷമോ എനിക്ക് എന്താ എൻ്റെ മൂഡ് സ്വിങ്സ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായില്ല. അത്രയും പ്രശ്നമായിരുന്നു. രാത്രിയിലൊക്കെ ആകുമ്പോഴത്തേക്കും വിശന്നിട്ട് ഞാൻ എഴുന്നേറ്റിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ട് കഴിക്കാൻ ശ്രമിക്കും. അപ്പോഴാണെങ്കിലും എനിക്ക് ഫ്രൂട്ട്സാണ് കഴിക്കാൻ പറ്റുക, വേറൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം അതെങ്ങനെ പറയണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. കഴിക്കാനും കഴിപ്പിക്കാനും ഒക്കെ ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അതായിരുന്നു ഒരവസ്ഥ. ആ ഫുഡിനോടുള്ള വെറുപ്പും ആ മണം, ഫുഡിൻ്റെ മണം, എല്ലാ മണങ്ങളും ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എല്ലാ മണങ്ങളും, അത് നല്ല മണമാണെങ്കിലും ചീത്ത മണമാണെങ്കിലും ഒക്കെ. അങ്ങനെയൊക്കെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കാൻ തന്നെ കാരണം. അമ്മ വന്നത് എൻ്റെ ഗ്രാജുവേഷൻ ആണെങ്കിലും സത്യം പറഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു ലക്കിയായിരുന്നു ഞാനെന്ന് എനിക്ക് തോന്നിപ്പോയ കുറച്ച് നാളായിരുന്നു ശരിക്കും അമ്മ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ. കാരണം എനിക്ക് കുക്ക് ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ കുക്ക് ചെയ്തില്ലെങ്കിൽ കൂടിയും മറ്റുള്ളവർ കുക്ക് ചെയ്യുന്ന സ്മെല്ലാണെങ്കിൽ കൂടി എനിക്ക് അവിടെ ആ റൂമിനകത്ത് ഇരിക്കാൻ ഒന്നിനും പറ്റത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അത് കുക്ക് ചെയ്യുന്ന സ്മെല്ല് പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു. താഴത്തെ വീട്ടിലെ സ്മെല്ല് വരെ എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ആകെ പ്രശ്നമായിരുന്നു. ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോഴത്തേക്കും റൂമിൽ വന്ന് ഇതേപോലെ ഡോറെല്ലാം അടച്ച് ഇങ്ങനെ ഇരിക്കുമോ കിടക്കുമോ ഇങ്ങനെ ചെയ്യും. അങ്ങനെയാണ് ഞാൻ
ആ ഒരു 3 മാസം, ശരിക്കും 3 മാസമല്ല, 3-3.5 മാസം, ഏതാണ്ട് ഒരു 4 മാസം അടുപ്പിച്ച് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ പോകുന്നവരെ ഞാൻ അങ്ങനെ കിച്ചണിൽ കയറിയിട്ടേ ഇല്ല. 1-2 പ്രാവശ്യം എന്തൊക്കെയോ കുക്ക് ചെയ്തു. ബാക്കി അമ്മയും ഇടയ്ക്ക് ചേട്ടൻ ബീഫൊക്കെ വെക്കും. അങ്ങനെയൊക്കെയാണ് ആ ഒരു ഡേയ്സ് ഇങ്ങനെ കടന്നു പോയത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷുവിൻ്റെ തലേ ദിവസം ഒരു വിഷുക്കണി ഒരുക്കുന്നതാണ് കേട്ടോ. ഞാൻ ശരിക്കും വിഷുവിന് കണി ഒരുക്കണം, നന്നായിട്ട് കണി ഒരുക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ ഡെക്കോർ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളൊക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയമായപ്പോഴത്തേക്കും എനിക്കതൊന്നും ചെയ്യാനുള്ള ആരോഗ്യമില്ലായിരുന്നു. ഫുള്ളിങ്ങനെ കിടപ്പും ഇരിപ്പൊക്കെ തന്നെയായിരുന്നു. ശരിക്കും ഒട്ടും തീരെ ഫുഡ് കഴിക്കാൻ എനിക്ക് പറ്റുന്നേ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോൾ വിശക്കുമ്പോൾ ഉറക്കം പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ എഴുന്നേറ്റിരിക്കും. അത് പിന്നെ മൈഗ്രെയിനായി, തലവേദനയായി, പിന്നെ പല്ലുവേദനയായി, ഇല്ലാത്ത വേദനകളൊന്നും ഉണ്ടായില്ല. പല്ലുവേദന എന്നെ ഭയങ്കരമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലിൽ പോയിട്ട് അതവർക്ക് വേറൊന്നും ചെയ്യാനും പറ്റില്ല എന്ന് പറയുന്നു. ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടില്ല ഈ സമയം, പ്രഗ്നൻസിയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ശരിക്കും ഞാൻ ഏതൊക്കെയോ വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡെൻറ്റൽ കെയർ നോക്കണം, അവിടെ പോയിട്ട് കൺസൾട്ട് ചെയ്ത് പല്ലിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറ്റിയിട്ട് വേണം പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ എന്നൊക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് എല്ലാ ചെക്കപ്പൊക്കെ ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് ഒരു പ്രഗ്നൻസി പ്ലാനിങ് അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. പക്ഷേ എന്താ പറയാനാ, അതൊന്നും നടന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനായിപ്പോയ ഒരു സംഭവമാണ് ഈ ഹെയർ ഫോൾ എന്ന് പറയുന്നത്. കൊഴിയുന്നത് അങ്ങനെയും ഭീകരമായിട്ട് കൊഴിയുമായിരുന്നു. UK നമുക്ക് 12th വീക്കിലാണ് ആദ്യത്തെ സ്കാനിങ് ഉണ്ടാവുക, അൾട്രാസൗണ്ട്. ആ സ്കാനിങ്ങിൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിനാണ് ഞങ്ങൾ പോയത്. പക്ഷേ ആ അപ്പോയിൻമെൻറ്റ് ബേബിയുടെ പൊസിഷൻ കാരണം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് വീണ്ടും അവർ അപ്പോയിൻമെൻറ്റ് റീഷെഡ്യൂൾ ചെയ്ത് തന്നു. ഇത് ആദ്യമായിട്ട് എന്നെ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ കാണാൻ വന്ന റെനിയായിരുന്നു. റെനി വന്നപ്പോൾ കൊണ്ടുവന്ന സ്വീറ്റ്സ് ആയിരുന്നു അത് കേട്ടോ. എനിക്ക് പൊതുവേ പ്രഗ്നൻസിയിൽ അങ്ങനെ ക്രേവിങ്സ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. പക്ഷേ കഴിക്കാൻ തോന്നിയ ഒരേ ഒരു കാര്യം വരിക്കച്ചക്ക. നല്ല മധുരവും നല്ല മണമുള്ള വരിക്കച്ചക്ക കിട്ടിയായിരുന്നെങ്കിൽ ഒന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞ് ഫോൺ നാട്ടിൽ വിളിക്കുമ്പോഴും ഒക്കെ ഇപ്പം ഇങ്ങനെ പറഞ്ഞ് കേട്ട് അവസാനം ചേട്ടനെ എവിടുന്നോ ഒപ്പിച്ചുകൊണ്ട് തന്നു എനിക്ക് ഒരു ബോക്സ്. ഇത്രയും ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് സമാധാനമായിട്ടിരുന്ന് കഴിച്ചു. ആർക്കും കൊടുത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു പീസ് 1-2 പീസ് അവർ അമ്മയ്ക്കും ചേട്ടനും കൂടി കൊടുത്തു. ബാക്കി ഫുള്ള് ഞാൻ കഴിച്ചു. ഫുള്ള് കഴിച്ചു. പക്ഷേ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും ഭയങ്കര ക്രഞ്ചി ആയിരുന്നു. ഒരുപാട് വഴുത്തിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ നാട്ടിലത്തെ ടേസ്റ്റുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല തൽക്കാലം. കാരണം എനിക്ക് ആ സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ചക്ക കഴിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ചക്ക കൊടുക്കുന്നുണ്ടായിരുന്നു. അതങ്ങനെ പോയിട്ട് കൊതി മൂത്ത് വാങ്ങിക്കൊണ്ട് വന്ന് മുറിച്ചപ്പോഴെന്താ കൂഴച്ചക്ക. അത് നല്ല മധുരവും മണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങാത്ത പോലെ ഒരു ഫീലായിരുന്നു ആ ചക്ക. ഇതെനിക്ക് അങ്ങ് ദുബായിൽ നിന്ന് വന്ന പെട്ടിയാണ്. ഇതെനിക്ക് അപ്പൂസ് അവിടെ നിന്ന് അയച്ച പെട്ടിയാണ് കേട്ടോ. കുറേ നട്ട്സും എനിക്കപ്പം ഭയങ്കരമായിട്ട് സോഹാർ ചിപ്സ് എന്ന് പറഞ്ഞൊരു ചിപ്സുണ്ട്. എനിക്കെന്തോ അതങ്ങനെ കഴിക്കാൻ പാടില്ല, എന്നാലും അത് കഴിക്കണം എന്നൊരു കൊതി ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവൻ എനിക്ക് അവിടെ നിന്ന് കുറേ നട്ട്സും പിന്നെ ഇതേപോലത്തെ ചിപ്സും അങ്ങനെ കുറേ സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഷെബിനത്തെയും കുറച്ച് ഡ്രസ്സും നട്ട്സും ഷെബിനത്തയുടെ വകയും എനിക്ക് അതിനകത്തേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. സോ ഭയങ്കര ഹാപ്പിയായി. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഒരാളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമല്ലേ. അതും അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവനിങ്ങനെ അത് എനിക്ക് വേണ്ടി ഇങ്ങനെ കുറേ ഞാൻ പ്രഗ്നൻ്റാണെന്ന് അറിഞ്ഞ ആ ഒരു സന്തോഷത്തിൽ അവനിങ്ങനെ കൊടുത്തു വിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് ഷെബിനത്തെ എനിക്ക് കൊടുത്തിട്ട് ഡ്രസ്സാട്ടോ. പിന്നെ ആ സമയം ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു, സമ്മറായിരുന്നു UK. അപ്പം എനിക്ക് റൂമിനകത്ത് തന്നെ ഇരുന്നിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇരിക്കും, ഫ്ലാറ്റിൻ്റെ പുറത്തിരിക്കും. അപ്പോൾ അമ്മ അവിടെ നിന്ന് നോക്കും, അപ്പോൾ ചേട്ടൻ ഇവിടെ നിന്ന് സംസാരിക്കും. അന്ന് ഞാനിങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്ത് വെച്ചതാട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടിരിക്കാൻ. ശരിക്കും അമ്മയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഇവിടുന്ന് പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല. അത് കാരണം അമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയമായി. ഞങ്ങൾ രണ്ടാമത്തെ അപ്പോയിൻമെൻറ്റിന് പോയി. രണ്ടാമത്തെ അപ്പോയിൻമെൻറ്റിലും അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അൾട്രാസൗണ്ട് അവർക്ക് ബേബിയുടെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കണമായിരുന്നു.
അതും അപ്പോഴും ബേബിയുടെ ഒരു പൊസിഷൻ കറക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ അവർക്ക് മെഷർമെൻറ്റ്സ് എടുക്കാൻ പറ്റിയില്ല. ഈ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തു കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഡ്യൂ ഡേറ്റ് എന്നാന്ന് പറയുക കേട്ടോ. അപ്പോൾ അന്നും അത് നടന്നില്ല. പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പോഴെല്ലാം തോന്നുന്നുണ്ട് വേറൊരു ദിവസം പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചു. ഇത് പ്രഗ്നൻസി ആയി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. 3 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണിത്. അത് ഓർഡർ ചെയ്തു, കഴിച്ചു. ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ആ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ബിരിയാണി കുറേ നാൾക്ക് ശേഷം ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിക്കുന്നത് ആദ്യമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. ഒരു പ്രാവശ്യം എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. എന്നുവെച്ചാൽ അതിന് എനിക്ക് എന്തോ ടേസ്റ്റ് തോന്നുന്നില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഞാൻ ആ കുക്കിംഗ് പരിപാടിയൊക്കെ അങ്ങ് നിർത്തി. എനിക്ക് വേണ്ട എന്നുള്ളൊരു മൂഡായിപ്പോയി എനിക്ക്. അങ്ങനെ പുറത്ത് വന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്തത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്കാനിങ്ങിന് ഈ അൾട്രാസൗണ്ട് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് സ്കാനിങ് ആണ് ഇങ്ങനെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. 3ാമത്തെ തവണയാണിതിപ്പോൾ പോകുന്നത്. ഇത്തവണ അവർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ബാക്കിയുണ്ടായിരുന്ന മെഷർമെൻറ്റ്സൊക്കെ അവരെടുത്തു, ഡ്യൂ ഡേറ്റും പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് കഴിഞ്ഞു. ഇത് ഒരു ദിവസം ഭയങ്കര ചൂടുള്ള ദിവസം ഒരു പാർക്കിൽ വന്നിരുന്ന സീനാട്ടോ. ഇത് ഭയങ്കര ചൂടായിരുന്നു അന്ന്. ഇത് ഞാൻ അനോമലി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് പോയപ്പോഴത്തേക്കും അന്നും സെയിം തന്നെയായിരുന്നു. അന്നത്തെ എൻ്റെ ഒരു സ്കാനിങ്ങും ആദ്യത്തെ അപ്പോയിൻമെൻറ്റിൽ കഴിയാറില്ല. അപ്പോൾ ഇത്തവണ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ആദ്യം അവർ ബ്ലാഡർ എംറ്റി ചെയ്ത് നോക്കിയപ്പോൾ ബേബി ഭയങ്കര ക്വയറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവരെന്നോട് വെള്ളം കുടിച്ചിട്ട് കുറേ നേരം നടക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ അതിൻ്റെ ആ സ്കാനിങ് റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരാൾ സ്കാനിങ്ങിന് പോകുമ്പോഴത്തേക്കും മെയിനായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും മാസ്ക് ഇടാതെ പോകാൻ സമ്മതിക്കത്തേയില്ല. എനിക്കാണെങ്കിൽ ഒന്നാമത് അവിടെ ചൂടുള്ള സമയമാണിപ്പം. മാസ്കും കൂടെ വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ട് വിയർത്തിട്ട് എനിക്ക് ഭയങ്കര ഒട്ടും കംഫർട്ടായിരിക്കത്തില്ല ഞാൻ. അന്ന് തന്നെ ആ സ്കാനിങ് അങ്ങ് കഴിയണേന്ന് ഞങ്ങൾ നന്നായിട്ട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇനി റീഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ്സ് തമ്മിൽ ക്ലാഷ് ആവോ എന്നൊക്കെയുള്ളൊരു കൺസേൺ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ട്രൈ ചെയ്തു. കുറേ സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റോളം അവരെന്നെ കൊണ്ട് നടത്തിച്ചു. എന്നിട്ട് പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ആ സമയത്ത് അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ നാട്ടിലേക്ക് പോകുന്നുണ്ട്, അപ്പോൾ ആ ഡേറ്റിന് മുന്നേ റീഷെഡ്യൂൾ ചെയ്ത് തരുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ഇതെൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് കിട്ടിയ ദി ബെസ്റ്റ് ഫുഡെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ കൊതിയാവുന്നുണ്ട്. എനിക്ക് ഷാമിലിയും ആമിനെയും 2 ദിവസങ്ങളിലായിട്ട് എനിക്ക് ലഞ്ച് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എക്സ്പെഷ്യലി മറ്റേ ഒരു കൊഞ്ച് ഫ്രൈ പോലെ ആക്കിയതുണ്ടായിരുന്നു, അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ മത്തി വറുത്തത്. അനോമലി സ്കാനിന് വന്നേക്കാണ് കേട്ടോ 2ാമത്തെ പ്രാവശ്യം. ആരുമില്ല, ഞാൻ മാത്രമേ കൊച്ചു കുടുംബം കളിത്തുള്ളൂ. നീ ഗസ് ചെയ്തതാണോ? ആരെങ്കിലും ഗസ് ചെയ്തതാണോ? എനിക്ക് പറയാൻ സൗകര്യം പറയത്തില്ല. ആ രഹസ്യം എന്നിൽ നിൽക്കട്ടെ. എൻ്റെ അടുത്ത് മാത്രം പറ. എല്ലാ പ്രാവശ്യവും സ്കാനിങ്ങിന് പോയിട്ട് മണിക്കൂറുകൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇന്ന് ചിലരെയും കൊണ്ടുവന്നപ്പോഴത്തേക്കും 5 മിനിറ്റ് അവിടെ ചെന്നിരുന്നു. സ്കാനിങ് കഴിഞ്ഞു, ഇതാ തിരിച്ചു പോകുന്നു. 15 മിനിറ്റിൻ്റെ പരിപാടി. 1 മണിക്കൂർ മുന്നേ ഇവിടുന്ന് പോയിട്ടേ ഇല്ല. ഇത്രയും നാള് സ്കാനിങ് വന്നു. എൻ്റെ പുള്ളിയും കൊണ്ടാ ഇന്ന് വന്നത് ജെൻഡർ അറിയാൻ വേണ്ടിയിട്ട്. അവർ എഴുതി തരില്ല, അവർ ജെൻഡർ എഴുതി തരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും അറിയണമെന്നില്ലല്ലോ, ജെൻഡർ റിവീൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെയും കൊണ്ടുവന്നു. സോ അവളുടെ അടുത്ത് പറഞ്ഞു 70% ആക്യുറേറ്റ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്താ
അങ്ങനെ സ്കാനിങ് ഒക്കെ കംപ്ലീറ്റ് ആയി പുറത്തിറങ്ങിയപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ 8:30-ക്കായിരുന്നു സ്കാനിങ്ങിൻ്റെ ടൈം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം 8:30-ക്ക് സ്കാനിങ്ങിന് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ 1 മണിക്കൂർ മുന്നേ വെള്ളം കുടിച്ച് അവസാനിപ്പിക്കണം. അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി അതനുസരിച്ചിട്ടായിരുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിശപ്പും കൂടെ ആയപ്പോൾ നന്നായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വേറെ ഷോപ്സ് ഒന്നും കണ്ടില്ല. പിന്നെ മെഗ്ഡിയിൽ കയറിയിട്ട് പാൻ കേക്ക് ഓർഡർ ചെയ്തു. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ വിശപ്പ് കാരണം 2-3 പീസൊക്കെ കഴിച്ചിട്ട് ഞാൻ നിർത്തി. അങ്ങനെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നാട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളായിരിക്കും. കാരണം ഇനി ഒരു 2-3 ഡേയ്സിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്ന വീഡിയോസിൽ കാണാം. അതുവരെ ബൈ.